ഹായ് ഹലോ എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ ടോപ്പിക്കുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ള ടോപ്പിക്കുകളാണ് പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നാലോ? എന്താണ് ആവർത്തന പട്ടിക? എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പരിചയത്തിലുള്ള മൂലകങ്ങളെയെല്ലാം അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് വൃത്തിയായിട്ട് അടുക്കി പറക്കി വെക്കണം. ഓക്കെ, മൂലകങ്ങളെ അവരുടെ സവിശേഷതകൾ അനുസരിച്ച് ക്രമീകരിച്ച് വെക്കണം. അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് ആവർത്തന പട്ടിക എന്ന് നമ്മൾ വിളിക്കുന്നത്. ആവർത്തന പട്ടിക എന്ന് പറയുമ്പോൾ ആവർത്തിച്ചു വരുന്നു എന്ത്? മൂലകങ്ങളുടെ സവിശേഷതകൾ. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പിനകത്തിരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം ഏകദേശം ഒരുപോലെ, ഒരു പീരീഡിലാണെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവം, ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും പഠിക്കാനും എളുപ്പമാക്കി മാറ്റുന്നു ആവർത്തന പട്ടിക. ആവർത്തന പട്ടികയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ നിന്നും ഒരുപാട് മൂലകങ്ങളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ലോഹം അലോഹം എന്ന് മാത്രമായിട്ടുള്ള തരംതിരിവ് നടക്കുന്നുണ്ട്. പിന്നീട് ഡോബറേനിയറുടെ ട്രയാഡ്, അതേപോലെ തന്നെ ഒക്ടേവുകൾ, ഇങ്ങനെയുള്ള പല പല തരത്തിലുള്ള ആവർത്തന പട്ടികയെ അല്ലെങ്കിൽ മൂലകങ്ങളെ ആവർത്തന പട്ടിക പോലെ തരംതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിൽ ആരംഭിക്കുന്നത് മെൻഡലീവിൻ്റെ ഇത്തരത്തിലുള്ളൊരു ആവർത്തന പട്ടികയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. മെൻഡലീവ് അല്ലെങ്കിൽ ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആദ്യമായിട്ട് കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് ഈ പറഞ്ഞ പോലെ ആറ്റോമിക് നമ്പർ ഒന്നും ഇത്രയും പ്രിവാലൻ്റ് ആയിട്ടില്ല, കാരണം പ്രോട്ടോണിൻ്റെ നമ്പർ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആറ്റത്തിൻ്റെ മാസ്, ആറ്റോമിക മാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പരിചിതമായിട്ടുള്ളൊരു സാധനമാണ്. മെൻഡലീവ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റങ്ങളെ അവരുടെ ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ, അതായത് ചെറുതിൽ നിന്നും വലുതിലേക്ക് ഈ ആറ്റങ്ങളെ എന്ത് ചെയ്തു? ക്രമീകരിച്ചു. മൂലകങ്ങളെ ആവർത്തന പട്ടികയിൽ ക്രമീകരിച്ചു വെച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആറ്റോമിക മാസ്. വളരെ ഇമ്പോർട്ടൻ്റ്. മൂലകങ്ങളെ അവരുടെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീവ് തരംതിരിക്കുന്നത്. മെൻഡലീവിൻ്റെ പീരിയോഡിക് നിയമം അപ്പം എന്തായിരുന്നു? മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അവയുടെ ആറ്റോമിക മാസിൻ്റെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. 1869 ഇത് തയ്യാറാക്കുമ്പോൾ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചോ സബാറ്റോമിക കണങ്ങളെക്കുറിച്ചോ ആറ്റോമിക നമ്പറിനെ കുറിച്ചോ ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. പ്രോട്ടോണൊക്കെ കണ്ടുപിടിച്ച ശേഷമാണല്ലോ ഈ പറഞ്ഞ ആറ്റോമിക് നമ്പറൊക്കെ പിന്നീട് വരുന്നത്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിള് അതിൻ്റെ ഉണ്ടായിരുന്ന പരിമിതികൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടായിരുന്നു, അതായത് ഒരുപാട് മെറിറ്റുകൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും അദ്ദേഹം ഇത്തരത്തിൽ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ അടുക്കിപ്പറക്കി വെച്ചപ്പോൾ ചില ആളുകളുടെ ചില എലമെൻറ്റുകളുടെ ആറ്റോമിക മാസിനെ അദ്ദേഹം പുനർനിർവചിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ മാസ് ഇതല്ല, വേറൊരു മാസാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ആധുനികമായിട്ടുള്ള കണ്ടെത്തലിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു കാര്യം ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു മെറിറ്റായിരുന്നു. ഇതുകൂടാതെ ചില കോളങ്ങൾ അദ്ദേഹം ഒഴിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ ഇവിടെ ഒരു എലമെന്റ് കണ്ടെത്തും, ആ എലമെന്റിന്റെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ കണ്ടെത്താൻ പോകുന്ന ഈ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൈവെള്ളയിൽ വെച്ച് കഴിഞ്ഞാൽ ഉരുകിപ്പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ഒരു എലമെന്റ് പിന്നീട് കണ്ടെത്തുകയും അതിന് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചറിനെ കാട്ടി കുറഞ്ഞ ടെമ്പറേച്ചറിൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതുമായിരുന്നു. അതാണ് ഗാലിയം എന്ന് പറയുന്ന എലമെന്റ്. ഇത്തരത്തിലൊക്കെ ഒരുപാട് മെറിറ്റുകൾ ഉണ്ടായിരുന്നിട്ടും കുറച്ച് വിപുലമായിട്ടുള്ള ഒരു ആദ്യകാല ശ്രമം എന്ന നിലയിൽ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ഒക്കെ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മെൻഡലീവ് ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിന് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഐസോട്ടോപ്പുകളുടെ സ്ഥാനമാണ് ആദ്യത്തേത്. ആറ്റമൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ഐസോട്ടോപ്പ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവും. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പറും ഉള്ളതാണ് ഈ പറയുന്ന ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. മാസ് നമ്പർ ഡിഫറൻറ്റാ. നമ്മുടെ മെൻഡലീവ് മാസ് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലല്ലേ ഇതിനെ അടുക്കി പറക്കി വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഉദാഹരണം ഹൈഡ്രജൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ്റെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇവിടെ 3 പേരുടെ മാസ് വേറെയല്ലേ, 1 2 3 എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനെ തന്നെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഇങ്ങനെ എഴുതി വെക്കേണ്ടായിരുന്നോ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോൾ? ഇപ്പം ഇത്തരത്തിൽ ഐസോട്ടോപ്പുകൾക്ക് അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള സ്ഥാനം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഒരേ മൂലകത്തിൻ്റെ ഐസോട്ടോപ്പുകൾക്ക് വ്യത്യസ്ത ആറ്റോമിക് മാസാണ് അല്ലേ, അവയ്ക്ക് പ്രത്യേക സ്ഥാനം നൽകേണ്ടി വരുമായിരുന്നു, കാരണം മാസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ മെൻഡലീവിന് ഇതിൻ്റെ കാര്യത്തിലൊരു എങ്ങനെ
എങ്ങനെ അതിനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ ഒരേ എലമെന്റ് തന്നെ പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്യും അല്ലേ, ഐസോടോപ്പുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യാനും പറ്റില്ല. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റാതെ വന്നു. ഇനി ആറ്റോമിക് മാസിന്റെ ക്രമം. ചിലയിടങ്ങളിൽ ആറ്റോമിക് മാസ് കൂടിയ മൂലകത്തെ കുറഞ്ഞതിന് മുൻപ് അദ്ദേഹത്തിന് ക്രമീകരിക്കേണ്ടി വന്നു. ഉദാഹരണമാണ് ആർഗണിന്റെയും പൊട്ടാഷ്യത്തിന്റെയും ക്രമീകരണം. പൊട്ടാഷ്യം കഴിഞ്ഞിട്ടായിരുന്നു ആർഗൺ വരേണ്ടത്, പക്ഷെ അദ്ദേഹത്തിന് തിരിച്ച് ക്രമീകരിക്കേണ്ടി വന്നു. എന്തിനാണ്? ഇവരുടെ ഗുണധർമ്മങ്ങളുടെ റിപ്പീറ്റേഷൻ വരുമല്ലോ, ആ റിപ്പീറ്റേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇതിനെ തിരിച്ച് ആക്കേണ്ടിയൊക്കെ വന്നു. ഗുണങ്ങളിലെ വ്യത്യാസം. വ്യത്യസ്ത ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. മാസിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും സോഡിയം, പൊട്ടാഷ്യം എന്നിവയുടെ കൂട്ടത്തിൽ കോപ്പറിനെയും സിൽവറിനെയും ഒക്കെ അദ്ദേഹത്തിന് അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. നോക്കിയേ, സോഡിയം പൊട്ടാഷ്യം ഒക്കെ മൃദുലോഹങ്ങളാണ്. ഒരു കത്തി വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുന്ന ആൾക്കാരാണ്, ഭയങ്കര റിയാക്റ്റീവ് ആണ് അവർ. അതേസമയം കോപ്പർ, സിൽവറോ അവരൊക്കെ റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞിട്ടുള്ള ആളുകളാണ്. കത്തി വെച്ച് മുറിക്കാൻ പറ്റുമോ? ഹാർഡ് മെറ്റലുകളാണ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരേ ഗുണങ്ങളുള്ള ആളുകളെ ഒന്നിച്ച് ആക്കാനുള്ള ആ ഒരു പ്രവണതയുടെ പേരിൽ ആറ്റോമിക മാസ് ചിലയിടങ്ങളിൽ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. അതേസമയം ആറ്റോമിക് മാസിലേക്ക് കൂടുതലായിട്ട് സ്റ്റിക്ക് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? വ്യത്യസ്ത ഗുണങ്ങളുള്ള ആളുകളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടും വന്നു. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ. അവിടെ നിന്നും ഇന്ന് പ്രചാരത്തിലുള്ള, ഇന്ന് നമ്മൾ പഠിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിളും മോഡേൺ പീരിയോഡിക് ലോയും അവതരിപ്പിക്കപ്പെടുകയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെൻറി മോസ്ലിയാണ് എന്ത് ചെയ്യുന്നത്? ആധുനിക പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ അവതരിപ്പിക്കുന്നത്. ഹെൻറി മോസ്ലി എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റോമിക് മാസ് അല്ല, ആറ്റോമിക് നമ്പർ ആണ് എന്ന് കണ്ടെത്തി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? നേരത്തെ മെൻഡലീവ് ആറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് വെച്ചെങ്കിൽ ഇദ്ദേഹം ആറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ അങ്ങ് അറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിയമം ഇതായിരുന്നു: മൂലകങ്ങളുടെ രാസഗുണങ്ങളും അവരുടെ ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണെന്ന് പറഞ്ഞു. മെൻഡലീവ് എന്താ പറഞ്ഞേ? ആറ്റോമിക് മാസിന്റെ ആവർത്തന ഫലം എന്ന് പറഞ്ഞേ. മോസ്ലി എന്താ പറഞ്ഞേ? ആറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞു. അതാണ് വ്യത്യാസം. ഓക്കെ, ഹെൻറി മോസ്ലിയാണ് ആധുനിക ആറ്റോമിക് പീരിയോഡിക് ടേബിൾ കണ്ടെത്തുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഇന്നത്തെ പീരിയോഡിക് ടേബിൾ, ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മൂലകങ്ങളുടെ അവരുടെ ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന കുറേയധികം ന്യൂനതകളെ പരിഹരിക്കുന്നതായിരുന്നു ഇത്. കാരണം ഐസോട്ടോപ്പുകൾക്ക് ഒരേ ആറ്റോമിക് നമ്പറാണ്. ഇവർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. ഹൈഡ്രജൻ ഒരെണ്ണം എഴുതിയാൽ മതി. ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ലേ അറേഞ്ച് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഹീലിയം കൊടുക്കാം അല്ലേ. അപ്പം അങ്ങനെ അവർക്ക് പ്രത്യേക സ്ഥാനം എന്നുള്ളൊരു പ്രശ്നം അവിടെ ഒഴിവാകുകയുണ്ടായി. ആർഗൺ, പൊട്ടാഷ്യം ഇവരുടെയൊക്കെ ആറ്റോമിക് നമ്പറിന്റെ ക്രമങ്ങൾ കൃത്യമായിട്ട് വന്നു. ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അറേഞ്ച് ചെയ്യണ്ടായി. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. നിലവിൽ ഇന്ന് പരിചയത്തിലുള്ള 118 മൂലകങ്ങളുണ്ട്. ഇവ ഉൾപ്പെട്ട പീരിയോഡിക് ടേബിളാണ് ഇന്ന് നമുക്ക് പഠിക്കാനും നമ്മുടെ പരിചയത്തിലും ഉള്ളത്. അതാണ് ഈ കാണുന്ന ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഈ പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാണുന്ന ഈ താഴേക്ക് കാണുന്ന ഈ ഒരു ഭാഗങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ പോകുന്ന ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരെ നമ്മൾ പിരീഡുകൾ എന്ന് വിളിക്കുന്നു. ഇത് ഗ്രൂപ്പ്, ഇത് പിരീഡ് എന്ന് അദ്ദേഹം നിർവചിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഘടന എന്താണ് എന്നുള്ളത്. പീരിയോഡിക് ടേബിളിന്റെ ഘടനയെ സംബന്ധിച്ചിടത്തോളം പീരീഡിലെ വിലങ്ങനെയുള്ള നിരകളെ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോകളെ പിരീഡുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു. അതേസമയം അതിനകത്തെ കുത്തനെയുള്ള കോളങ്ങളെ, വെർട്ടിക്കലായിട്ടുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. അതായത് ഒരേ ഗ്രൂപ്പിലുള്ള ആളുകൾ രാസഗുണങ്ങളിലും ഭൗതിക ഗുണങ്ങളിലും എന്ത് ചെയ്യുന്നു? സമാനതകൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പുതിയതായി കണ്ടെത്തിയ കുറച്ച് മൂലകങ്ങളെ കുറിച്ച് നമ്മുടെ SCERT ബുക്കിൽ ഒരു കോളത്തിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കി പോകാം. 2016 7ാമത്തെ പീരീഡിൽ 4 പുതിയ മൂലകങ്ങളെ കൂടെ ഉൾപ്പെടുത്തുകയുണ്ടായി. അതിലൊന്ന് നിഹോണിയം, 113 എന്നുള്ള നമ്പറുള്ള നിഹോണിയം. ജാപ്പനീസ് ഭാഷയിൽ ഉദയസൂര്യന്റെ നാട് എന്നർത്ഥം വരുന്ന പേരിൽ നിന്നുമാണ് നിഹോണിയം എന്ന പേര് നൽകിയിട്ടുള്ളത്. 115 എന്ന് പറയുന്നത് മോസ്കോവിയമാണ്. മോസ്കോയിലെ ലാബുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണത്. 117 എന്ന് പറയുമ്പോൾ അത് ടെന്നസീനാണ്. ടെന്നസി പ്രദേശത്തെ ആ ഒരു പ്ലേസിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. 118 എന്ന് പറയുന്നത് ഒഗനസനാണ്. പ്രൊഫസർ യൂറി ഒഗനേഷ്യൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടുള്ള, ആ ഒരു ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ആ ഒരു പേര് കൊടുത്തേക്കുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്റെ പേര് നൽകുന്ന 2ാമത്തെ മൂലകമാണ് ഒഗനസൻ. ആദ്യത്തെ മൂലകം എന്ന് പറയുന്നത് സീബോർഗിയമാണ്. 106 എന്ന് പറയുന്ന സാധനം. 2ാമത്തെ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്റെ പേര് നൽകുന്ന 2ാമത്തെ മൂലകമാണ്
ആണ് ഓർഗനസൻ എന്ന് പറയുന്നത്. ഈ 4 എലമെൻറ്റുകൾ നമ്മുടെ SCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി വെച്ചേക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നേരിട്ട് തന്നെ നിഹോണിയത്തിൻ്റെ നമ്പർ എന്ന് അല്ലെങ്കിൽ 113ാമത്തെ മൂലകം എന്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചാലും കൊള്ളാം. അങ്ങനെ ചോദിക്കാനൊക്കെ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണിത്. നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഘടന എങ്ങനെയാണ്? ഇതിനകത്ത് ആരൊക്കെയുണ്ട്? നമുക്കറിയാം, ഗ്രൂപ്പ് ഉണ്ട്, പീരീഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ആകെ 7 പീരീഡുകളാണുള്ളത്, 18 ഗ്രൂപ്പുകളുമാണുള്ളത്. പീരീഡുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കോളങ്ങൾ, ഹൊറിസോണ്ടലായിട്ടുള്ള ആളുകൾ, ഇത് ഗ്രൂപ്പുകൾ. 7 പീരീഡുകളാണുള്ളത്, 18 ഗ്രൂപ്പുകളുമാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളത്. ഏറ്റവും കുറവ് മൂലകങ്ങളുടെ പീരീഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തേതാണ്. ഏതാണ്? 1ാമത്തെ പീരീഡാണ് അല്ലേ. 1ാമത്തെ പീരീഡിനകത്താണ് ഏറ്റവും കുറവ് മൂലകങ്ങളുള്ളത്. 2 മൂലകങ്ങളെ അതിനകത്തുള്ളൂ, ഹൈഡ്രജനും ഹീലിയവും. നോക്കിയേ, നമ്മുടെ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ല, 1ാമത്തെ പീരീഡിൽ ആകെ 2 എലമെൻറ്റുകളെ നമുക്ക് ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, മൂലകങ്ങളുടെ രാസഗുണങ്ങൾ തീരുമാനിക്കുന്നത് ഇവരുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. മെന്റലീവ് പറഞ്ഞ പോലെ ഇവരുടെ മാസും കാര്യങ്ങളൊന്നും അല്ല, ഇവരുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ രാസഗുണങ്ങൾ തീരുമാനിക്കുന്നത്. രാസഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം റിയാക്ട് ചെയ്യുന്ന രീതികളാണ്. അപ്പോൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നുണ്ടോ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ടോ, കമ്പസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ രാസഗുണങ്ങൾ. അതേസമയം ഭൗതിക ഗുണം എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവണോ, മെൽറ്റിംഗ് പോയിന്റ് എന്ത്, ബോയിലിംഗ് പോയിന്റ് എന്ത്, ഇതൊക്കെയാണ് ഭൗതിക ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളും. ഇപ്പം രാസഗുണങ്ങൾ എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ രാസഗുണങ്ങൾ ഇരിക്കുന്നത്. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ മൂലക കുടുംബങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരേ ഗ്രൂപ്പിലുള്ളതിനെ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഫാമിലി എന്ന് വിളിക്കുന്നു. നോക്കാം ഏതൊക്കെ ഫാമിലികളാണ് ഉള്ളതെന്ന്. അത് 18 ഗ്രൂപ്പാണ് ഉള്ളത് അല്ലേ. 1ാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകളെ ആൽക്കലി ലോഹങ്ങൾ അഥവാ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നു. ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് വളരെ വളരെ ക്രിയാശീലതയുള്ള ലോഹങ്ങളാണ്. അതിൻ്റെ ഉദാഹരണമാണ് ലിഥിയം, സോഡിയം തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ള ആളുകളാണ്, വളരെ വളരെ റിയാക്റ്റീവാണ്. 2ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ഇവർ ഗ്രൂപ്പ് 1നേക്കാളും ക്രിയാശീലത കുറഞ്ഞ ലോഹങ്ങളാണ്. മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ആളുകളെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻറ്റുകൾ എന്ന ഒറ്റ പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ ഉള്ളതൊക്കെ ഒട്ടുമിക്കുന്നതും എന്താണ്? ലോഹങ്ങളാണ്. ലോഹ സ്വഭാവമാണ് ഇവർക്കുള്ളത്. പലപ്പോഴും നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാവുന്നു. മാത്രമല്ല ഗ്രൂപ്പുകളിലും പീരീഡുകളിലും ഇവരുടെ സ്വഭാവങ്ങളിൽ സമാനത കാണാനായിട്ട് സാധിക്കും. ട്രാൻസിഷൻ എലമെൻറ്റുകളിൽ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള ആളുകളാണിത്. 13ാമത്തെ ഗ്രൂപ്പിലേക്ക് കടക്കാം. 13ാമത്തെ ഗ്രൂപ്പ് നമ്മൾ നോക്കിയാൽ ഏറ്റവും മുകളിൽ അതിനകത്തിരിക്കുന്നു ബോറോൺ. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിനെ ബോറോൺ ഫാമിലി എന്ന് വിളിക്കാം. ബോറോൺ ഒരു ഉപലോഹമാണ്. അതിനകത്ത് ബാക്കിയുള്ള ആ ഒരു ഗ്രൂപ്പിനകത്ത് ബാക്കിയുള്ളവർ ലോഹങ്ങളുമാണ്. പിന്നെ ഗ്രൂപ്പ് 14 എടുത്തു. 14ാമത്തെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും മുകളിൽ ആരുണ്ട്? കാർബൺ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കാർബൺ ഫാമിലി എന്ന് വിളിച്ചു. ജീവന്റെ അടിസ്ഥാനമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള കാർബൺ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് 14ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 15ാമത്തെ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും മുകളിൽ ആരുണ്ട്? നൈട്രജൻ ഉണ്ട്. അപ്പോൾ ആ കുടുംബത്തിനെ നമ്മൾ നൈട്രജൻ കുടുംബം എന്ന് വിളിച്ചു. അതല്ലെങ്കിൽ നിക്ടോനജനുകൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. 16ാമത്തെ ഗ്രൂപ്പിലേക്ക് കടക്കുമ്പോൾ ഓക്സിജൻ കുടുംബമാണത്. ചാൽക്കോജനുകൾ എന്നവരെ നമ്മൾ വിളിക്കുന്നു. 17ാമത്തെ ഗ്രൂപ്പിൽ ഹാലോജനുകളാണുള്ളത്. ലവണങ്ങൾ അല്ലെങ്കിൽ സോൾട്ടുകൾ ഉൽപ്പാദിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഫ്ലൂറിൻ, ക്ലോറിൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് അവിടെയുള്ളത്. 18ാമത്തെ ഗ്രൂപ്പ് ഉത്കൃഷ്ടവാതകങ്ങളാണ്. വലിയ രാസപ്രവർത്തനത്തിലൊന്നും പങ്കെടുക്കാത്ത ഇനേർട്ട് ഗ്യാസുകൾ അഥവാ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകളാണ് 18ാമത്തെ ഗ്രൂപ്പിൽ ഉള്ളത്. ഇനി ഇതുകൂടാതെ ലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, അതേപോലെ തന്നെ നോൺ മെറ്റലുകളുണ്ട്. ഇതിനകത്തെ എന്താണ് ഉപലോഹം അല്ലെങ്കിൽ മെറ്റലോയിഡ് എന്ന് പറയുന്നത്? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡുകൾ എന്ന് വിളിക്കുക. സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ എന്താണ്? മെറ്റലോയിഡുകളാണ് അല്ലെങ്കിൽ ഉപലോഹങ്ങളാണ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഈ കാണുന്ന ആൽക്കലി മെറ്റൽസ്, ഇത് ആൽക്കലി എർത്ത് മെറ്റൽസ്, ഇത് രണ്ടും മെറ്റൽ. ഈ ട്രാൻസിഷൻ എലമെൻറ്റുകളെല്ലാം തന്നെ മെറ്റൽസ്. ഇനി ഇങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ ഈ ബോറോൺ ഉപലോഹമാണ്. ബാക്കിയുള്ളത് ഈ ആളുകളൊക്കെ എന്താണ്? ഇവരൊക്കെ ലോഹങ്ങളാണ് എന്നും പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ കാർബൺ മുതൽ ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ എന്താണ്? നോൺ മെറ്റലുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന ഈ സിലിക്കൺ, ജെർമേനിയം, അതേപോലെ ഈ ആർസനിക് തുടങ്ങിയിട്ടുള്ള ഈ ആളുകളൊക്കെ എന്താണ്? ഉപലോഹങ്ങളാണ്. ലോഹങ്ങളുടെയും അതേപോലെ തന്നെ എന്താ പറയുക, അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ ഒരുപോലെ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ അഥവാ മെയിൻ ഗ്രൂപ്പ് എലമെന്റുകൾ. പീരിയോഡിക് ടേബിളിലെ 1, 2 അതായത് ഫസ്റ്റ് കാണുന്ന 1, 2 ഉള്ളതും പിന്നെ 13 മുതൽ 18 വരെയുള്ളതും, അതായത് ട്രാൻസിഷൻ എലമെന്റുകൾ ഒഴിവാക്കി ബാക്കിയുള്ള, അതായത് ആക്ടിനോയിഡും ആന്റിനോയിഡ്സും അതേപോലെ ട്രാൻസിഷൻ എലമെന്റുകളും ഒഴിവാക്കി ബാക്കിയുള്ളവർ, ഇവരെ ഈ ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങളെ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവരെ തന്നെ നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവന്മാരെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്. 3 പേരും ഇതിനകത്ത് ഉണ്ട്. ഖരം, ദ്രാവകം, വാതകം തുടങ്ങിയിട്ടുള്ള 3 ഫിസിക്കൽ സ്റ്റേറ്റിലുമുള്ള ആളുകൾ, വ്യത്യസ്ത തരത്തിലുള്ള ഭൗതികാവസ്ഥയിലുള്ള ആളുകളെയൊക്കെ നമുക്ക് ഈ മെയിൻ ഗ്രൂപ്പ് മൂലകങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്ക് സമാനമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ട്രാൻസിഷൻ എലമെന്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിലും പീരീഡിലും ഇവർ സിമിലാരിറ്റി കാണിക്കാറുണ്ട് എന്നുള്ളത്. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പുകൾക്കകത്താണ് സിമിലാരിറ്റി കാണിക്കുന്നത്. ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും തോറും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ 8 ഇലക്ട്രോണുകൾ ആകുന്നത് വരെ, അതായത് ഇനർട്ട് ഗ്യാസുകളുടെ അടുത്തെത്തി കഴിയുമ്പോൾ അവർക്ക് 8 ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലിലുള്ളത്. അങ്ങനെ എത്തുന്നത് വരെയും എന്ത് ചെയ്യുന്നു? ഓരോരോ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടിയാണ് വരുന്നത്. ഇനി പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഉപലോഹങ്ങളും അടങ്ങിയിട്ടുണ്ട്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ ഒരുപോലെ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് നമ്മുടെ ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞു അല്ലേ. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി ഒക്കെ തന്നെയും എന്താണ്? നമ്മുടെ ഉപലോഹങ്ങളാണ്, മെറ്റലോയിഡുകളാണ്. ഓക്കെ. ഇനി ഒരു പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ച് എങ്ങനെ ഗ്രൂപ്പിൻ്റെ നമ്പറും പീരീഡിൻ്റെ നമ്പറും കണ്ടെത്തും? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പിൻ്റെ നമ്പർ. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, അതായത് ആൽക്കലി മെറ്റല്, ആൽക്കലി എർത്ത് മെറ്റൽസ്, ഇവർക്ക് 2 പേർക്കും ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് അവരുടെ ഗ്രൂപ്പിൻ്റെ നമ്പർ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവൻ ഒന്നാമത്തെ ഗ്രൂപ്പ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറഞ്ഞു വിടാം. ഓക്കെ. അപ്പോൾ എത്രയാ ഇലക്ട്രോൺ എന്നുള്ളതനുസരിച്ച് ആദ്യത്തെ 2 ഗ്രൂപ്പിലുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താം. അതായത് ആദ്യത്തെ 1ഉം 2ഉം ഗ്രൂപ്പിലുള്ള ആളുകളെ ഇവിടെ പീരിയോഡിക് ടേബിൾ എടുക്കാം. പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ചിടത്തോളം ഈ 1ഉം 2ഉം ഗ്രൂപ്പിലുള്ള ആളുകളെ, ആൽക്കലി മെറ്റലും ആൽക്കലി എർത്ത് മെറ്റലും, ഈ 2 ആളുകളെ, ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. ഈ ഭാഗത്തിനെ നമ്മൾ പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. ഈ ഒരു ഭാഗം ഡി ബ്ലോക്ക്, ഈ ഒരു ഭാഗം എഫ് ബ്ലോക്ക്. ഇതിലെ എസ് ബ്ലോക്കിനകത്ത് അടങ്ങിയിട്ടുള്ള 1ഉം 2ഉം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് ഗ്രൂപ്പ് നമ്പർ. ഫോർ എക്സാമ്പിൾ ലിഥിയം 3 ആറ്റോമിക് നമ്പർ. അപ്പോൾ എത്ര വരും? 2, 1 എന്ന് കോൺഫിഗറേഷൻ വരും. ലാസ്റ്റ് ഷെല്ലിൽ എത്രയുണ്ട്? 1 ഇലക്ട്രോൺ. ഇവൻ ഒന്നാമത്തെ ഗ്രൂപ്പാണ്. ഓക്കെ. ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് മഗ്നീഷ്യം എടുക്കാം. 12 ആണ് അല്ലേ. നമ്മൾ എന്ത് എഴുതി? 2, 8, 2. ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പിൽ പെടുന്നു? രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റുകൾക്ക്. ഓക്കെ. ഇനി 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ 10 കൂട്ടുക. ഓക്കെ. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ 10 കൂട്ടുക. ഒരു എക്സാമ്പിളിന് നമുക്ക് ക്ലോറിൻ എടുക്കാം. 17 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ 17 ഇലക്ട്രോണും 17 പ്രോട്ടോണും കാണും. ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. എത്രയായി? 12 അല്ലേ. ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കാം. ലാസ്റ്റത്തെ ഷെല്ലിൽ എത്രയുണ്ട്? 3 എന്ന ഷെല്ലിൽ 5ഉം 2ഉം 7 ഇലക്ട്രോൺ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ 10 കൂട്ടുക, 17 കിട്ടും. 17ാമത്തെ ഗ്രൂപ്പിൽ ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 13 മുതൽ 18 വരെയുള്ളതാണെങ്കിൽ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അതിൻ്റെ കൂട്ടത്തിൽ 10 കൂട്ടുക. അതേസമയം ഗ്രൂപ്പ് 1ഉം 2ഉം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പീരീഡിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ വളരെ 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 എളുപ്പമാണ്. എത്ര ഷെല്ലുണ്ട് നോക്കാം, അതാണ് അതിൻ്റെ പീരീഡ് നമ്പർ. ക്ലോറിനെ തന്നെ എടുക്കാം. ക്ലോറിനെ നമ്മൾ എടുത്ത സമയത്ത് എന്താ കിട്ടിയത്? 1s2, 2s2, 2p6, 3s2, 3p5 ഇങ്ങനല്ലേ കിട്ടിയത്. എത്ര ഷെല്ലുണ്ട്? 1, 2, 3 ഷെല്ലല്ലേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പീരീഡ് നമ്പർ 3.
ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ഷെല്ലുണ്ടോ ആ നമ്പർ ഓഫ് ഷെല്ലാണ് അതിൻ്റെ പിരീഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഓരോരോ മൂലകങ്ങളും അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമാണ് ഇവിടെ തന്നേക്കുന്നത്. ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3 ഇലക്ട്രോണിക് വിന്യാസം നമ്മൾ എഴുതിയാൽ 2, 1 എന്ന് നമുക്ക് കിട്ടും. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരെണ്ണം. ഗ്രൂപ്പ് നമ്പർ ഇപ്പം എന്താ? 1. സോഡിയം 11 2, 8, 1 എന്ന് നമ്മൾ എഴുതും. ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 1. ഗ്രൂപ്പ് നമ്പർ 1. പൊട്ടാഷ്യം 19, അതും എന്താണ്? ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, അപ്പോൾ ഇവൻ 1. ബെറിലിയത്തിലേക്ക് കടക്കുമ്പോൾ 2, 2 എന്നായി. ലാസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ വന്നു, ഇവൻ രണ്ടാമത്തെ ഗ്രൂപ്പ്. അത് തന്നെ മഗ്നീഷ്യം നമ്മൾ ഓൾറെഡി എഴുതി അല്ലേ. കാൽസ്യം 20 ആറ്റോമിക് നമ്പർ. നമ്മൾ എഴുതുമ്പോഴത്തേക്കും 2, 8, 8, 2 എന്നാകും. ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ 2 എണ്ണം. അപ്പോൾ കാൽസ്യം എന്തായി? രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആളായിട്ട് മാറി. ഇനി 13 to 18 നമ്മൾ വരുമ്പോൾ ബോറോൺ കുടുംബത്തിലെ ആൾക്കാരെ എടുക്കുക. 13ാമത്തെ ഗ്രൂപ്പാണ് ബോറോൺ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5. അപ്പോൾ ബോറോണിൻ്റെ എടുക്കുകയാണെങ്കിൽ 2, 3 എന്നിങ്ങനെ വരും. അപ്പോൾ എത്ര കിട്ടി? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3. ഇതിൻ്റെ കൂട്ടത്തിൽ 10 കൂടെ കൂട്ടുക, 13ാമത്തെ ഗ്രൂപ്പിൽ ബോറോൺ ഉണ്ട്. കണ്ടോ? കാർബൺ എടുക്കുകയാണെങ്കിൽ 6 ആറ്റോമിക് നമ്പർ, 2, 4 എന്ന് വരും. ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ, അതിൻ്റെ കൂട്ടത്തിൽ 10 കൂട്ടുക, 14ാമത്തെ ഗ്രൂപ്പിൽ എന്തുണ്ട്? കാർബൺ ഉണ്ട്. നൈട്രജനിലേക്ക് വരുമ്പോഴത്തേക്കിനും 15. അപ്പോൾ നമ്മൾ അതിനെ എഴുതുകയാണ്, ആറ്റോമിക് നമ്പർ 7. അതിനെ നമ്മൾ എഴുതുമ്പോഴത്തേക്കിനും എന്ത് വരും? 2, 5 എന്നിങ്ങനെ വരും. ലാസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, 10 കൂട്ടുക, 15ാമത്തെ ഗ്രൂപ്പിൽ നൈട്രജൻ. ഓക്സിജൻ ആറ്റോമിക് നമ്പർ 8, 2, 6 എന്ന കോൺഫിഗറേഷൻ വരും. ലാസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, അതിൻ്റെ കൂടെ 10 കൂട്ടുക, 16ാമത്തെ ഗ്രൂപ്പിൽ ഓക്സിജൻ ഉണ്ട്. ഹാലോജൻ അതേപോലെ തന്നെ 9. ഇപ്പോൾ ഫ്ലൂറിനെ എടുത്തു, ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ 9, അതിനെ എഴുതുന്നു 2, 7. ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ, അതിൻ്റെ കൂടെ 10 കൂട്ടുന്നു, 17ാമത്തെ ഗ്രൂപ്പിൽ ആരുണ്ട്? ഹാലോജൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസുകളാണുള്ളത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നിയോണിനെ എടുക്കാം. 10 ആറ്റോമിക് നമ്പർ. അപ്പോൾ 2, 8 എന്ന് വരും. ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 10 കൂട്ടിയാൽ 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പീരീഡ് നമ്പർ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, എത്ര ഷെല്ലുണ്ട് നോക്കുക. ഹൈഡ്രജൻ ഒറ്റൊരു ഷെല്ലേ ഉള്ളൂ, 1ാമത്തെ പീരീഡ്. ഹീലിയം നോക്കിയേ, 2 എന്നാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക, ഒറ്റൊരു ഷെല്ലേ ഉള്ളൂ, 1ാമത്തെ പീരീഡിലുണ്ട്. ലിഥിയം 2, 1 എന്ന് വരും, 2 ഷെല്ല് വേണ്ടി വന്നു, അപ്പോൾ ഇവൻ 2ാമത്തെ പീരീഡ്. ബെറിലിയം 2, 2 ഷെല്ല് വേണ്ടി വന്നു, 2ാമത്തെ പീരീഡ്. സോഡിയം 2, 8, 1 എന്ന് വരും, 3 ഷെല്ല് ആവശ്യം വന്നില്ലേ, 3ാമത്തെ പീരീഡിലുണ്ട് സോഡിയം. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മൂലകങ്ങളിൽ അവയുടെ ആറ്റങ്ങളിലെ ഷെല്ലുകൾക്ക് എത്ര എണ്ണമുണ്ടോ, എത്ര ഷെല്ലുകളുണ്ടോ, അതാണ് അതിൻ്റെ പീരീഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം. ഇനി 18ാമത്തെ ഗ്രൂപ്പിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നമുക്ക് നോബിൾ ഗ്യാസുകളെ കാണാൻ പറ്റും. കൂടുതലായിട്ട് രാസപ്രവർത്തനത്തിൽ നിന്നും ഏർപ്പെടാതെ ഇരിക്കുന്ന നോബിൾ ഗ്യാസുകൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസുകൾ അല്ലെങ്കിൽ അലസവാതകങ്ങളെ കാണാനായിട്ട് പറ്റും. ഈ കൂട്ടത്തിലെ ഹീലിയം ഒഴികെ മറ്റെല്ലാ മൂലകങ്ങൾക്കും അവരുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതമാണ് ഉള്ളത്. ഇവയ്ക്ക് സ്ഥിരതയുള്ള ഒരു ഇലക്ട്രോൺ വിന്യാസമാണുള്ളത്. ഇവർ സാധാരണഗതിയിലൊന്നും എന്ത് ചെയ്യില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. ഹീലിയത്തെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ഷെല്ലേ ഉള്ളൂ ഹീലിയത്തിന് അല്ലേ. അപ്പം അതിനകത്ത് മാക്സിമം 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിന് മാത്രം ഈ 8 ഇലക്ട്രോൺ ഇല്ല, 2 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവരെല്ലാം എന്താണ്? നോബിൾ ഗ്യാസുകൾ എന്നറിയപ്പെടുന്നു. ഇനി ഈ കൂട്ടത്തിൽ ആരാണ് ട്രാൻസിഷൻ എലമെന്റുകൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ? നമ്മുടെ പീരിയോഡിക് ടേബിൾ കണ്ടപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്ന ബ്ലോക്ക്, ഇവിടെ പി എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡി എന്ന ബ്ലോക്ക് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും പി എന്ന് പറയുന്ന ബ്ലോക്കിലേക്കുള്ള ഈ വഴിയിൽ കാണുന്ന ഈ ആളുകൾ, അതായത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ് ട്രാൻസിഷൻ എലമെന്റുകൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ. ഇവയെല്ലാം തന്നെ ലോഹങ്ങളാണ്. ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ള ഉള്ളിലത്തെ ഷെല്ലിൽ, അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ പോയിട്ട് ഫില്ലാകുന്നത്. ഒരേ പീരീഡിലുള്ള സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം മിക്കവാറും തുല്യമായിരിക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ പീരീഡിനകത്തും ഇവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നു. ഇവരുടെ സംയുക്തങ്ങളൊക്കെ പൊതുവേ നിറമുള്ളതാണ്. നമ്മളോട് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് ആര്? സംക്രമണ മൂലകങ്ങളാണ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോപ്പർ CuSO4 ഉണ്ടാക്കുന്നു, ഇതിനൊരു നീല നിറമുണ്ട്. ഇതിനകത്തുനിന്ന് കോപ്പറിനെ നമ്മൾ ആദേശം ചെയ്താൽ ഈ സാധനത്തിന് നിറം പോകും. ഓക്കെ, കോപ്പറാണ് അതിന് നിറം നൽകുന്നത്. നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കുന്നു. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം 4s, അതായത് 1s2 2s2 ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് 3p6 ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് 3p6 കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് പിന്നെ ഇലക്ട്രോൺ ഫില്ലാവേണ്ടത്? 3dയിലേക്കാണ് പോകേണ്ടത് അല്ലേ. SPD F ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ P കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകണ്ടേ?
3Dയിലേക്കാണ് അടുത്ത ഇലക്ട്രോണിനെ കൊണ്ട് ഫില്ലാക്കേണ്ടത്. പക്ഷേ 3Dയെക്കാട്ടിലും ചെറിയൊരു സ്റ്റെബിലിറ്റി കൂടുതൽ ആർക്കുണ്ട്? 4sനുണ്ട്. അതുകൊണ്ട് 4sനകത്ത് ഇലക്ട്രോൺ മാക്സിമം ഫില്ലാക്കിയ ശേഷമേ 3Dയിലേക്ക് ഇലക്ട്രോൺ ഫില്ലാക്കുള്ളൂ. ഇവിടെ നമ്മൾ നോക്കി വെക്കുക, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാക്സിമം കൊള്ളും, പിക്കകത്ത് മാക്സിമം 6 എണ്ണം കൊള്ളും, ഡിക്കകത്ത് മാക്സിമം 10 എണ്ണം കൊള്ളും, എഫിൽ മാക്സിമം 14 എണ്ണം കൊള്ളും. അപ്പോൾ ഡിയിൽ ഫില്ലാക്കിയിട്ടായിരുന്നു പോവേണ്ടിയിരുന്നത്. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് 4sനകത്ത് എനർജി കുറവുള്ള ഷെല്ല് 4s ആയതുകൊണ്ട് 4sൽ ഇലക്ട്രോൺ ഫില്ലായ ശേഷം ലാസ്റ്റത്തെ ഇലക്ട്രോണുകൾ എങ്ങോട്ടാണ് വരിക? 3Dയിലേക്കാണ് വരിക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ? ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുന്നിലുള്ള ഷെല്ലിൽ 4s കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നിലുള്ള ഷെല്ലിൽ ആണ് ലാസ്റ്റത്തെ ഇലക്ട്രോണുകൾ പോയിട്ട് ഫില്ല് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ കൂട്ടത്തിൽ നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള ആളുകളാണ് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റുകൾ. പീരിയോഡിക് ടേബിളിൻ്റെ താഴെ പ്രത്യേകമായിട്ട് ഇവരെ നമ്മൾ കൊണ്ടുപോയിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. നമ്മുടെ ടേബിളൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് താഴെയായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നു. ഇതിലെ 6ാമത്തെ പീരീഡിലെ ആളുകളെ ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നു. 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണ് ഇവരെ റെയർ എർത്ത്സ് എന്നും വിളിക്കാറുണ്ട്, റെയർ എർത്ത് എലമെൻറ്റുകൾ എന്നും വിളിക്കാറുണ്ട്. അടുത്തത് ആക്റ്റിനോയിഡുകളാണ്. 7ാമത്തെ പീരീഡാണ് ആക്റ്റിനോയിഡുകൾ. 79 മുതൽ 103 വരെയുള്ള ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളാണ് 7ാമത്തെ പീരീഡിലുള്ളത്. ഇനി ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ. ആറ്റോമിക് നമ്പർ 92, അതായത് യുറേനിയത്തിൻ്റെ ആറ്റോമിക് നമ്പറാണ് 92. ഈ 92ന് ശേഷമുള്ള മൂലകങ്ങൾ പലതും മാൻമെയ്ഡാണ്, മനുഷ്യനിർമ്മിതമാണ്. അപ്പോൾ ട്രാൻസ് യുറേനിയമായിട്ടുള്ള മൂലകങ്ങൾ പൊതുവെ എന്താണ്? മാൻമെയ്ഡായിട്ടുള്ള എലമെൻറ്റുകളായിരിക്കും. നമുക്ക് പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കാം. നോക്കിയേ, അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ആളുകൾ, ഈ എഫ് ബ്ലോക്കിലുള്ള ആളുകളാണ് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. ഇതിലെ ഈ ഗ്രൂപ്പിലുള്ള 6ാമത്തെ പീരീഡിലുള്ള ആളുകൾ ലാന്തനോയിഡുകൾ, ഈ 7ാമത്തെ പീരീഡിലുള്ള ആളുകൾ എന്താണ്? ആക്റ്റിനോയിഡുകളുമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് ഇവർ കാണിക്കുന്ന കുറച്ചധികം ക്രമാവർത്തന പ്രവണതകളുണ്ട്. ആ പ്രവണതകൾ അല്ലെങ്കിൽ ആ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ആറ്റത്തിൻ്റെ വലിപ്പമാണ്. ഓൾറെഡി ഞാനൊന്ന് വിശദീകരിച്ചു തന്നു. ആറ്റത്തിൻ്റെ വലിപ്പം പ്രസ്താവിക്കുന്നത് ഇതിൻ്റെ ആറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ ആറ്റോമിക് ആരം ഉപയോഗിച്ചുകൊണ്ടാണ്. ന്യൂക്ലിയസിൻ്റെ കേന്ദ്രം മുതൽ ഇതിൻ്റെ ഏറ്റവും ബാഹ്യതമ ഷെല്ല്, ഏറ്റവും അറ്റത്തുള്ള ഷെല്ല് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ അതിൻ്റെ ആറ്റോമിക് ആരമായിട്ട് എടുക്കാറുള്ളത്. ആറ്റത്തിൻ്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ന്യൂക്ലിയർ ചാർജും പിന്നെ ഒന്ന് എത്ര ഷെല്ലുണ്ട് എന്നുള്ളത്. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ചാർജും പിന്നെ ഷെല്ല് എത്രയുണ്ട് എന്നുള്ളത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയർ ചാർജും കൂടി വരുന്നുണ്ട്. അങ്ങനെ ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. നോക്കാം. ഹൈഡ്രജൻ ആകെ 1 അതിൻ്റെ ആറ്റോമിക് നമ്പർ, 1 ഇലക്ട്രോൺ. ഹൈഡ്രജൻ്റെ താഴെയുള്ള ആൾ ലിഥിയമാണ്. എൻ്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ലിഥിയം നമ്മളിങ്ങനെ കൊടുത്തു. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഇനി ഒരു ഷെല്ല് വന്നു, 1 ഇലക്ട്രോൺ. ആണോ? ഇനി സോഡിയം ആണുള്ളത്, 11 വരിക അല്ലേ? 2 ഇലക്ട്രോൺ, 1 2 3 4 5 6 7 8. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, 11 ഫില്ലായി. നോക്കിയേ, ഗ്രൂപ്പിൽ താഴേക്ക് വന്നപ്പോൾ ഷെല്ലിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്, വലിപ്പം കൂടി വരുന്നുണ്ട്. യാതൊരു കൺഫ്യൂഷനും ഇല്ല. ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂക്ലിയർ ചാർജും വർദ്ധിക്കുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കിനും ഷെല്ലുകളുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഒരു ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ഗ്രൂപ്പുകളിൽ ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ഇനി എന്താണ് പിരീഡിനകത്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. ഓക്കെ, ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. നോക്കാം. ഉദാഹരണം, ലിഥിയം എടുത്തു. ആറ്റോമിക് നമ്പർ 3 ആണ് അല്ലേ? 3 ആണേ. നമ്മൾ വരയ്ക്കാൻ പോവാണ് ലിഥിയം അല്ലേ? 3 ആറ്റോമിക് നമ്പർ. ഇനി അടുത്തത് ബെറിലിയമാണ്. 4 ആറ്റോമിക് നമ്പർ. നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഷെല്ല്. ഓക്കെ, 2 ബാക്കി 2 ഇങ്ങനെ. ഓക്കെ, ഇവിടെ 2 ഷെല്ല്, ഇവിടെ 2 ഷെല്ലാണ്. ഷെല്ലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടില്ല അല്ലേ? പക്ഷെ ഇവിടെ അകത്തെ ചാർജ് കൂടിയിട്ടുണ്ട്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 4 ആയിട്ടുണ്ട്. ബെറിലിയം. ബോറോണിലേക്ക് പോവാണ്. ബോറോൺ എന്ന് പറയുമ്പോൾ 5 ആണ് അതിൻ്റെ ന്യൂക്ലിയർ ചാർജ്. 1 2 3. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ, എന്താ സംഭവിച്ചേ? ഇങ്ങോട്ടേക്ക് പോകുന്തോറും അകത്തെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല. കാർബണിലേക്ക് പോവാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറിലിയം, ബോറോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ളത് കാർബണാണ്. കാർബൺ എന്ന് പറയുമ്പോഴത്തേക്കിനും 6 ആണ് ആറ്റോമിക് നമ്പർ അല്ലേ? നമുക്ക് വരയ്ക്കാം. കാർബൺ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താവും? അകത്ത് 6 കാർബൺ. ഒരു ഷെല്ല് 2 ആയേ.
1 2 3 4 ഇങ്ങനെ ഇരിക്കില്ലേ കാർബൺ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ 3 പേര് നിന്ന് 2 ഷെല്ലിനെ വലിക്കുന്നു, ഇവിടെ 4 പേര് നിന്ന് 2 ഷെല്ലിനെ വലിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോൺ ചുറ്റുമുള്ള വെളിയിലുള്ള ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഷെല്ലുകളെ ഇങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇവിടെ 3 പേര് നിന്ന് 2 പേരെ വലിക്കുന്നു, ഇവിടെ 4 പേര് നിന്ന് 2 പേരെ വലിക്കുന്നു, ഇവിടെ 5 പേര് നിന്ന് 2 പേരെ വലിക്കുന്നു. ഇനി ഇപ്പുറത്ത് കാർബൺ വരികയാണെങ്കിൽ ഇവിടെ 6 പേര് നിന്ന് 2 ഷെല്ലുകളെ വലിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലിഥിയം ഉള്ളതിനെ കാട്ടി വലിപ്പം കുറയൂലേ ബെർലിയത്തിന്? ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും വലിപ്പം കുറയും, ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും വലിപ്പം കുറയും. അപ്പോൾ ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല, പക്ഷേ ആറ്റോമിക് നമ്പർ കൂടുന്നതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അങ്ങനെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് ബാഹ്യതമായി ഇലക്ട്രോണുകളുടെ മേലുള്ള ന്യൂക്ലിയസിന്റെ ആകർഷണം കൂടുന്നു. അങ്ങനെ അത് കുറച്ചും കൂടെ ചെറുതായിട്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി പീരീഡ് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഒരു ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി നോക്കേണ്ട ഒരു കാര്യം സ്ക്രീനിങ് പ്രഭാവമാണ്. ഉള്ളിലെ ഷെല്ലുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ മേലുള്ള ന്യൂക്ലിയർ ആകർഷണം കുറയുന്നു. ഇതിനെ സ്ക്രീനിങ് പ്രഭാവം എന്നാണ് വിളിക്കുന്നത്. അതായത് ഇതിനകത്ത് ഒരുപാട് ഇലക്ട്രോൺ ഷെല്ലുകൾ ഇങ്ങനെ ഉള്ളപ്പോഴേ ഈ ന്യൂക്ലിയസ് ഈവൻതോ ഇതിനെ വലിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിന് ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിനോട് വിരോധം കാണൂലേ? കാരണം ഇവർ ലൈക്ക് ചാർജുകളാണ് അല്ലേ? ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ മേലുള്ള ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയുന്നു. ഒന്നാമത്തെ കാര്യം ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്നു പോയി. പിന്നെ ഇവിടെയുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒന്ന് സ്ക്രീൻ ചെയ്ത് പിടിക്കുന്നു, കുറച്ചൊന്ന് ഒരു വികർഷണം ഉണ്ടാകുന്നു അവിടെ. ഓക്കെ, ഈ സ്വഭാവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ക്രീനിങ് എഫക്റ്റ് എന്ന് വിളിക്കുക. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിളിനെ സംബന്ധിച്ചിടത്തോളം പീരിയോഡിക് ടേബിളിൽ വലിപ്പം കൂടിയ ആറ്റങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക, വലിപ്പം കുറഞ്ഞ ആറ്റങ്ങൾ ഏറ്റവും മുകൾ ഭാഗത്തെ വലത്തെ സൈഡിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ വലിപ്പം കൂടുന്നു, പീരീഡിൽ വലത്തോട്ട് പോകുമ്പോൾ വലിപ്പം കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ ക്ലാസ് ചാപ്റ്റർ 10 ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ളതും, നമ്മുടെ ക്ലാസ് 9 ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററും, ഇതുകൂടാതെ 8ാം ക്ലാസ്സിലെ മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വളരെ കുറച്ച് ഭാഗം, ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു SCRT പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സാധാരണയുള്ള ഒരു ടോപ്പിക്കിൻ്റെ ക്ലാസ് പോലെ നമ്മളിത് വിചാരിക്കരുത്. കാരണം പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് SCRTയിൽ എന്തുണ്ടോ അത് മാത്രമേ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, SCRT നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. ആ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇത് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത SCRT പാഠഭാഗവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.